കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വലിയ തോതിൽ കൊള്ള നടന്നതായി കണ്ടെത്തിയിരിക്കുന്നു. സംസ്ഥാനത്തെ 1458 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ധനവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഈ വലിയ തട്ടിപ്പ് കണ്ടെത്തിയത്. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമാണ് ഈ പെൻഷൻ കൈപ്പറ്റുന്നത്. കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ളവരും ഹയർ സെക്കൻഡറിയിലെ അധ്യാപകരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിലുണ്ടായിരുന്നു. അനധികൃതമായി കൈപ്പറ്റിയ ഇത്തരം പെൻഷൻ തുക പലിശ അടക്കം തിരിച്ചു പിടിക്കാനാണ് ധനവകുപ്പിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലാണ് ജോലിയെടുക്കുന്നത്. ഒരാൾ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിൽ ജോലി ചെയ്യുന്നു. ഹയർ സെക്കൻഡറി അധ്യാപകരായ 3 പേരാണ് ഇങ്ങനെ അനർഹമായ പെൻഷൻ വാങ്ങുന്നത്. ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ. 373 പേരാണ് അവിടെ പെൻഷൻ വാങ്ങുന്നവർ. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് 2ാം സ്ഥാനത്തുള്ളത്. 224 പേർ അവിടെ അനർഹമായി പെൻഷൻ വാങ്ങുന്നു. മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124 പേരും, ആയുർവേദ വകുപ്പിൽ 114 പേരും, മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേരും, പൊതുമരാമത്ത് വകുപ്പിൽ 47 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരാണ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ 46 പേരും, ഹോമിയോപ്പതി വകുപ്പിൽ 41 പേരും, കൃഷി റവന്യൂ വകുപ്പുകളിൽ 35 പേർ വീതവും, ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ 34 പേരും, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ 31 പേരും, കൊളേജിയേറ്റ് എഡ്യൂക്കേഷൻ വകുപ്പിൽ 27 പേരും, ഹോമിയോപ്പതിയിൽ 25 പേരും ഇങ്ങനെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരാണ്. മറ്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പെൻഷൻ പറ്റുന്നവരുടെ എണ്ണത്തിലും കുറവില്ല. വിൽപ്പന നികുതി വകുപ്പിൽ 14, പട്ടികജാതി ക്ഷേമ വകുപ്പിൽ 13, ഗ്രാമവികസനം, പോലീസ്, PSC, ആയുർവേദ, മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയിൽ 10 പേർ വീതം, സഹകരണ വകുപ്പിൽ 8, തൊഴിൽ പരിശീലനം, പൊതുഭരണം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 7 വീതം ആളുകൾ, വനം വന്യജീവി വകുപ്പിൽ 9 പേർ, സോയിൽ സർവേ, ഫിഷറീസ് 6 വീതം, തദ്ദേശഭരണം, വാഹന ഗതാഗതം, വ്യവസായവും വാണിജ്യവും, ഫയർഫോഴ്സ്, ക്ഷീര വികസനം, പൊതുവിതരണം, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിൽ 4 വീതം, സാമൂഹിക ക്ഷേമം, രജിസ്ട്രേഷൻ, മ്യൂസിയം, പ്രിൻറ്റിംഗ്, ഭക്ഷ്യസുരക്ഷ, എക്സൈസ്, ആർക്കിയോളജി വിഭാഗങ്ങളിൽ 3 വീതം, തൊഴിൽ, ലീഗൽ മെട്രോളജി, മെഡിക്കൽ എക്സാമിനേഷൻ, ലാബറട്ടറി, ലോ കോളേജുകൾ എന്നിവിടങ്ങളിൽ 2 വീതം ആളുകളും പെൻഷൻ വാങ്ങുന്നു. NCC, ലോട്ടറീസ്, ജയിൽ, തൊഴിൽ കോടതി, ഹാർബർ എഞ്ചിനീയറിംഗ്, ഡ്രഗ്സ് കൺട്രോൾ, പിന്നോക്ക വിഭാഗ വികസനം, കയർ വികസനം എന്നീ വകുപ്പുകളിൽ ഓരോ ആളുകളും. ഇവരൊക്കെയാണ് ഇങ്ങനെ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നത്. വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ തുടരാനാണ് ധനവകുപ്പിൻ്റെ തീരുമാനം. അനർഹരായവരെ കണ്ടെത്തി ഒഴിവാക്കുകയും അർഹരായവർക്ക് മുഴുവൻ കൃത്യമായി പെൻഷൻ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന നടപടികൾ തുടരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതൊന്നുമല്ല ചെയ്യേണ്ടത്. അനർഹമായി പെൻഷൻ വാങ്ങിയും അതുവഴി അർഹരായ പാവപ്പെട്ടവരുടെ പെൻഷൻ ഇല്ലാതെയാക്കിയ ഇത്തരക്കാരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് ആണ് നടപടികൾ സ്വീകരിക്കേണ്ടത്. പെൻഷൻ ലിസ്റ്റിൽ നിന്ന് ഇവരെ ഒഴിവാക്കുകയും ഇന്നവരെ കൈപ്പറ്റിയ കാശ് പലിശ അടക്കം തിരികെ പിരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഇത്തരക്കാർക്കുള്ള ഒരു ചെറിയ ശിക്ഷ പോലും ആകുന്നില്ല. പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരുക എന്ന നീചമായ പ്രവൃത്തിയാണ് ഈ സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.